വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ നിന്നാണ് സാധാരണ ബസ് കയറുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് കയറ്റുന്നില്ല. ഒരു 10-12 ബസ് ഞങ്ങളെ കയറ്റാണ്ട് പോകുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റൂട്ടിന് തന്നെ 1-2 ബസ് ക്യാൻസൽ ആയി. പിന്നെ അതുപോലെ +1 കാരും കൂടി വന്നപ്പോൾ പിന്നെ അവരുടെ അഡ്മിഷനും കൂടി പിന്നെ സ്കൂളുകൾ നിരക്കായതുകൊണ്ട് ഇപ്പോൾ കയറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 40-45 മിനിറ്റ് മതി അവിടെ എത്താൻ. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ വേണ്ടി 1.5 മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും ഇവിടെ എത്താണ്ടായ ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തത്. ഇതിന് മുന്നേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ട് കുറച്ച് നാൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സ്കൂളിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണോ പരാതിയുടെ അടിസ്ഥാനം? അതെ. ഇതിന് മുന്നേ ഇവർ +1 സ്റ്റുഡൻസിന് ഒരു വട്ടം തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് വണ്ടി കിട്ടാണ്ടായിട്ട്. പക്ഷേ എനിക്കിത് ആദ്യമായിട്ട് ഉണ്ടാവണം. കൈകൂപ്പി തൊഴുതിട്ടും കാര്യമില്ല. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം തുടർക്കഥയാകുന്നു. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് പരാതിയുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയത്. രാവിലെ 7:30 മുതൽ 8:20 വരെയുള്ള സമയപരിധിയിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും തിരൂർ, തൃശൂർ ഭാഗത്തേക്കുള്ള സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെയാണ് പ്രൈവറ്റ് ബസ്സുകളിൽ കയറ്റാതെ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ബുദ്ധിമുട്ടിക്കുന്നത്. ബസ്സുകളിലെ പിന്നിലെ വാതിൽ അടച്ചിട്ടിട്ടും കണ്ടക്ടർമാർ തടഞ്ഞു നിർത്തിയുമാണ് വിദ്യാർത്ഥികളോട് ക്രൂരത കാട്ടുന്നത്. മുൻപ് ഇതേ സ്റ്റാൻഡിൽ നിന്നും വിദ്യാർത്ഥികളെ കയറ്റാത്തതിനെ തുടർന്ന് കേരളം മുഴുവൻ ചർച്ചയായ വാർത്തകളെ തുടർന്ന് കുറച്ചു ദിവസം മാത്രം കുട്ടികളോട് മാന്യമായാണ് ബസ് ജീവനക്കാർ പെരുമാറിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 7:30 മുതൽ 8:45 വരെയുള്ള സമയം മുഴുവൻ നിന്നിട്ടും 11 വിദ്യാർത്ഥികൾക്ക് ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോകാൻ കഴിയാതെ തിരിച്ചു വീടുകളിലേക്ക് മടങ്ങേണ്ടി വന്നു. നിയമം ലംഘിക്കുന്ന ബസ്സുകളുടെ പേര് വിവരം സഹിതമാണ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരാതി നൽകിയിട്ടുള്ളത്. ഇന്നലെ കാലത്ത് തന്നെ ഇക്കാര്യം MVD ഉദ്യോഗസ്ഥരെയും വടക്കാഞ്ചേരി പോലീസിലും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ MVD ഉദ്യോഗസ്ഥരും പോലീസും ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകുന്ന കാഴ്ചയാണ് ഇന്ന് കാലത്ത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തുടർന്നും പരാതിക്കിടയാക്കുന്ന പ്രവൃത്തികൾ ബസ് ജീവനക്കാരിൽ നിന്നും ഉണ്ടായാൽ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഡ്രൈവർമാരുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് റദ്ദ് ചെയ്യും എന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് MVD പറഞ്ഞു. MVD ഉദ്യോഗസ്ഥരായ AMVI ഷീബ, സെന്തിൽ എന്നിവർ ബസ് ജീവനക്കാരെ താക്കീത് ചെയ്തു. കുറച്ച് ദിവസങ്ങളായിട്ട് മോൻ വീട്ടിൽ പറയാറുണ്ട്, ഇങ്ങനെ 7:30 ചോറൊക്കെ റെഡിയാക്കണം, ഞങ്ങൾക്ക് കുറച്ച് അധികം നേരം നിന്നാലാണ് ബസ്സിൽ കയറ്റുന്നുള്ളൂ, കുറേ ബസ്സുകൾ പോകുമ്പോഴാണ് ഒരു ബസ്സിൽ കയറാൻ പറ്റുന്നതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. ഇന്ന് 7:40 കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വൈഫ് ജോലിക്ക് ഇറങ്ങുമ്പോൾ ഒരു 9 മണിയോട് കൂടിയാണ് മകൻ സ്കൂളിൽ പോകാൻ പറ്റില്ല എന്നുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് ബസ്സിൽ കയറാൻ പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വൈകിട്ട് വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അതിൻ്റെ കുട്ടികളുമായിട്ട് വന്ന് പരാതി കൊടുത്തത്. ക്ലേലിയ സ്കൂളിലൊരു വിദ്യാർത്ഥിനെ ബസ്സിൽ കയറ്റാത്തതിനെ തുടർന്നുണ്ടായ ചില വാർത്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാൾ സമാധാനം ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ വൃത്തിയായിട്ട് ബസ്സുകാർ കയറ്റിയിരുന്നു.